Okay, students, let us continue the discussion. Next is symmetry elements in crystal. Symmetry elements in crystals. Okay. We already said that crystalline solids are absolutely symmetric. We are talking about the crystalline solids. They are absolutely symmetric because they have a regular arrangement in the packing of lattice points. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ടാക്കിയ ലാറ്റിസ് പോയിന്റുകൾ വളരെ റെഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എവറി ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് സർട്ടൻ ലിമിറ്റ് ഓഫ് സിമ്മെട്രി. അപ്പോൾ ഈ സിമ്മെട്രി എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിമ്മെട്രി എ ക്രിസ്റ്റലൈൻ സോളിഡ്സ് പൊസസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു താജ്മഹലിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ഹൈലി സിമ്മെട്രിക്. കാരണം അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മളത് ഒരു മെൻ്റൽ എക്സസൈസാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ താജ്മഹലിനെ മനസ്സുകൊണ്ട് രണ്ട് കഷ്ണമാക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടും റൈറ്റ് സൈഡിലുള്ള പാർട്ടും ഓൾമോസ്റ്റ് ഈക്വലാണ്. ഇവിടെ എത്ര മിനാരങ്ങളുണ്ടോ അത് തന്നെ ഇവിടെയുള്ളത്. ഇവിടെ എത്ര ഡിസ്റ്റൻസിലാണോ ഏത് മിനാറാണോ അതേ ഈക്വൽ ഡിസ്റ്റൻസിലപ്പുറം ഒരു മിനാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളൊരു സിമ്മെട്രിയുടെ മെൻ്റൽ എക്സസൈസ്. അപ്പോൾ നമ്മൾ ആ താജ്മഹലിനെ നമ്മൾ മാനസികമായിട്ട് നമ്മുടെ മെൻ്റൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് രണ്ട് കഷ്ണമാക്കുന്നു. ഇമാജിൻ യു ആർ ഡിവൈഡിങ് ദ താജ്മഹൽ. ദാറ്റ് ഈസ് കോൾഡ് പ്ലെയിൻ ഓഫ് സിമ്മെട്രി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലൂടെയാണ് ആ കട്ടിങ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ പ്ലെയിനിലൂടെയാണ് ഇതിനെ കഷ്ണമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത് പ്ലെയിൻ ഓഫ് സിമ്മെട്രി എന്നാണ്. നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ മനസ്സുപയോഗിച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് രണ്ട് കഷ്ണങ്ങൾ പരസ്പരം കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ആ കട്ടിങ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്ലെയിൻ ഓഫ് സിമ്മെട്രി. അപ്പോൾ ക്രിസ്റ്റൽ ഓഫ് സിമ്മെട്രിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വൺ ഈസ് പ്ലെയിൻ ഓഫ് സിമ്മെട്രി. പ്ലെയിൻ ഓഫ് സിമ്മെട്രി. ഓക്കെ. അപ്പോൾ ഒരു സ്ട്രക്ചറിന് സിമ്മെട്രി ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. വൺ ഫാക്ടർ ഈസ് പ്ലെയിൻ ഓഫ് സിമ്മെട്രി. അനദർ വൺ ഈസ് ആക്സിസ് ഓഫ് സിമ്മെട്രി. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ ഞാൻ ഈ സാധനം തന്നെ എടുത്താൽ ഞാൻ ഇതിനെ കറക്കി നോക്കും. ഓക്കെ, എനിക്കിങ്ങനെ കറക്കി നോക്കിയപ്പോൾ നേരത്തെ കിട്ടിയ അതേ സ്ട്രക്ചർ പോലെ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണല്ലേ ഈ ആക്റ്റീവ്, നിങ്ങളിങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഇതിനെ കറക്കി ഇങ്ങനെ ആക്കി. അപ്പോൾ നിങ്ങൾക്ക് അതേ സ്ട്രക്ചറാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയും ആ ഒരു മെൻ്റൽ എക്സസൈസാണ്. നമ്മളിതിനെ ഒരു ആക്സിസ് ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്സിസാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഈ ആക്സിസിന് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറക്കുന്നത്. ഇതൊക്കെ നമ്മൾ മെൻ്റലി ഇമാജിൻ ചെയ്താണ്. അപ്പോൾ അങ്ങനെ കറക്കിയപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ സ്ട്രക്ചർ തന്നെ കിട്ടി. when we rotate this molecule through this axis, this is called the axis of symmetry. Okay, second is axis of symmetry. അപ്പോൾ സിമ്മെട്രി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓരോ ടൂളുകളാണിത്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ ഓഫ് സിമ്മെട്രി, സെക്കൻഡ് വൺ ഈസ് ആക്സിസ് ഓഫ് സിമ്മെട്രി. തേർഡ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ഞാനിപ്പോൾ ഇതിനെ ഇവിടെ സങ്കല്പിക്കും. ഞാനിവിടെ ഒരു പോയിൻ്റ് ഇമാജിൻ ചെയ്യുന്നു, അല്ല സെൻറ്ററിലൊരു പോയിൻ്റ് ഇമാജിൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കുന്നു. ഈ കോർണറിന് ഈ കോർണർ, ഓക്കെ, അല്ലെങ്കിൽ ഈ കോർണറിന് ഈ കോർണർ. യെസ്, ഇവിടെ എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെയും എന്ന് സങ്കല്പിക്കുക. ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെയും. അതുപോലെ ഇവിടെ എന്താണോ ഉള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ. അതുപോലെ ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ എല്ലാ കോർണറുകളിലും ഐഡൻറ്റിക്കൽ ഐറ്റംസ് ആണുള്ളത്, ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആണുള്ളത്. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യണം. ഇവിടുന്ന് എൻ്റെ ഇമാജിനേഷൻ ഇതിലൂടെ വന്ന് സെൻട്രൽ വന്ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്നു. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അത് ഈ സെൻട്രലെത്തി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്നു. അങ്ങനെ ഓപ്പോസിറ്റ് കോർണറുകളിൽ, ഓപ്പോസിറ്റ് സൈഡുകളിൽ
ഐഡൻറ്റിക്കലാണ് വിത്ത് റെസ്പെക്ട് ടു എ സെൻറ്റർ. അപ്പോൾ ഞാൻ ആ ഇമാജിനേഷൻ കൊണ്ടുവരുന്നത് സെൻറ്ററിനെ പിടിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന റൂം നിങ്ങൾ സങ്കല്പിക്കുക. ആ റൂമിൻ്റെ സെൻറ്ററിൽ നിങ്ങളൊരു പോയിന്റ് സങ്കല്പിക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യുക. ആ ലൈൻ എത്തുന്ന ഒരു എഡ്ജില്ലേ, ഒരു കോർണറിലെ അവിടെയും, പിന്നെ ആ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സെൻറ്ററിലൂടെ ഓപ്പോസിറ്റ് സൈഡിലെ കോർണറിലേക്ക് പോകുന്നത് ഇമാജിൻ ചെയ്യുക. അവിടെയും ഒരുപോലെയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും അവിടെ ഇവിടെ ഒരുപോലെയാണ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ, ദി സെൻറ്റർ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് സിമെട്രി. സെൻറ്റർ ഓഫ് സിമെട്രി. Center of symmetry. Therefore, a crystal has three types of symmetry elements. That is called the plane of symmetry, axis of symmetry, and center of symmetry. Okay. Therefore, symmetry elements of a crystal are three types, which are the one is plane of symmetry, second is axis of symmetry, third is center of symmetry. A crystal has three different types of symmetry elements. What is plane of symmetry? It is an imaginary plane which cuts the crystal into two identical halves. Okay, it's an imaginary axis. When crystal rotate about this axis, it's an imaginary axis. When crystal is rotated about this axis, identical structure is obtained. Now it's an imaginary point in the center. It's an imaginary point in the center. Any line drawn through this center, comma, which meet equal points in opposite side. Imaginary point in the center, any line drawn through the center which meet equal points in opposite side. That is center of symmetry. Now, plane of symmetry are divided into different category. One is rectangular plane of symmetry. Second one is diagonal plane of symmetry. Axis of symmetry are different types: C2 axis, C3 axis, C4 axis, C6 axis. Generally, it is called Cn axis of symmetry. Okay, this is sigma plane of symmetry. This is I. Okay. Now we can draw each one separately. First is rectangular plane of symmetry. Rectangular plane of symmetry means, suppose it is a cubic crystal. This is rectangle 1. Okay, this is rectangular plane of symmetry. Second, we cut. Okay,
ഒന്ന് ഇങ്ങനെ മുറിക്കുന്നു, സെക്കൻഡ് നമ്മൾ ഇങ്ങനെ മുറിക്കുന്നു, ഓക്കെ, തേർഡ് നമ്മൾ ഇങ്ങനെ മുറിക്കുന്നു, ഇങ്ങനെ മുറിക്കും. അപ്പോൾ 3 റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. നമുക്ക് നോക്കാം ഇവിടെ ഒരു ഓക്കെ, ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ എന്ന് സങ്കല്പിക്കുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. യെസ്, ദിസ് ഈസ് എ റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി. റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി. റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് സിമെട്രി. ഹൗ മെനി റെക്റ്റാങ്കുലർ പ്ലെയിൻ ഓഫ് ടോട്ടൽ 3? ഒന്നിങ്ങനെയാണ്. മറ്റത് എങ്ങനെ ആയിരിക്കും? മറ്റേത് നോക്കൂ നിങ്ങൾ. ഒന്ന് ഞാൻ ഇങ്ങനെ വരച്ചു, മറ്റേ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അല്ലേ, ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ ഓക്കെ, അനദർ വൺ. തേർഡ് വൺ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, 3 rectangular plane of symmetries. Now, diagonal plane of symmetry. Diagonal plane of symmetry. Diagonal plane of symmetry. Okay, diagonal plane of symmetry. ഇതാണ് ഒരു ഡയഗണൽ പ്ലെയിൻ ഓഫ് സിമെട്രി. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിലൂടെ വരും. ഇവിടെ നോക്കുക കേട്ടോ കുട്ടികളെ, ഇതിൽ വന്നു 1, പിന്നെ ഈ സെൻറ്ററിലൂടെ വന്നിട്ട് ഇത് ഒരു ഡയഗണൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ, യെസ്, diagonal. How many diagonal plane of symmetries are possible? 6 diagonal. One is this. നോക്കാം നമുക്ക്. ഇവിടെ നോക്കേ, 1 is this. സെക്കൻഡ്. ഇനി തേർഡ് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ വന്നിട്ട് ഇത് ഡയഗണലാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ അവസാനിക്കും. തേർഡ്, ഫോർത്ത് ഇവിടെ ഒന്ന് അവസാനിക്കുന്നത്. ഫിഫ്ത്ത്, ഓക്കെ, ഫിഫ്ത്ത്, ദെൻ സിക്സ്ത്ത്. ഒന്നുകൂടെ പറയട്ടെ, അതായത് നമുക്ക് 8 അഡ്ജസ്റ്റ് ഉണ്ട്. 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 12 അഡ്ജസ്റ്റ്. അപ്പോൾ ഇതിനെയും കണക്ട് ചെയ്ത് 1, 2, 3, 4, ദെൻ 5, 6. ഓക്കെ, there are 6 diagonal plane of symmetries. Now let us go to the axis of symmetry. Axis of symmetry. Axis of symmetry, Cn. What is n? N is called n is the order. That is, n is equal to 360 degree divided by angle of rotation. Okay, suppose this angle can be 180 or 90 or 30 or 60 or 60 or 30, like that. If it is 180, n is equal to 2. If it is 90, okay, n is equal to 4. If it is 60, it will be 6, like that. Okay, therefore C2 means where crystal is rotated at 180 degree. What is the meaning of that? 180 degree. 180 degree means
റൊട്ടേഷൻ അവസാനിക്കുന്നത് 180 റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെയാണുള്ളത്. ഈ ഭാഗം ഇവിടെയാണ് 360ൻ്റെ ഹാഫാണ്. അപ്പോൾ 180 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വന്നു. ഇതാണ് 180. ഒന്നുകൂടെ പറയുന്നു, ഇത് ഇവിടെ ആയിരുന്നു. 360 എന്ന് പറഞ്ഞാൽ എന്താ, കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇവിടെ എത്തുന്നതാണ് 360. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്താണ്, ഇത് ഇവിടെ വന്ന് കറങ്ങി കറങ്ങി ഇവിടെ എത്തി. ഇതാണ് 180. ഇനി 90യോ, 90 എന്ന് പറഞ്ഞാൽ ഇതാണ് 90, 180, 270, ഓക്കെ, 360. അപ്പോൾ C2 അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റലിൽ C2 ആക്സിസ് എങ്ങനെയായിരിക്കും വരിക? ഓക്കെ, C2 ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഞാൻ ഒരു ഇവിടെ നിന്ന് ഒരു ആംഗിൾ സൈൻ, ഒരു റൊട്ടേഷൻ, സോറി, ഈ കോർണറിലൂടെ എന്താ സംഭവിച്ചത് നിങ്ങൾ ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ ഇതിലൂടെയാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതാണ് ഒരു C2 ആക്സിസ്. ഓക്കെ, നൗ ദിസ് ഈസ് C2 ആക്സിസ്. ലെറ്റ് us draw C3. ഓക്കെ, ഈ എഡ്ജിൽ നിന്ന് ഈ എഡ്ജ് പോയി യു ക്യാൻ ഹാവ് എ C3, ദെൻ C4, C4 ഒരു ഫേസിൽ നിന്ന് വേറെ ഫേസിലേക്ക് C4. Okay, you can possible different axis of rotation for a crystal. Now the last is center of symmetry. Center of symmetry. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് നമ്മൾ ഇമാജിൻ ചെയ്യണം. All sides, opposite side, with respect to the center are identical. Then we will say that crystal has a center of symmetry. Suppose it has a point here. A unit, a simple cubic has a simple cubic has center of symmetry. This is a brief about the symmetry elements of the crystal. Thank you.